ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നിലവിൽ നമുക്ക് ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് എഞ്ചിൻ വർക്ക് വന്ന വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റാതെ ലെയ്ത്തിൽ കൊടുത്ത് റിപ്പയർ ചെയ്ത് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ പഴയ സിലിണ്ടർ തന്നെയാണ്, പിസ്റ്റൺ മാറ്റി പുതിയ പിസ്റ്റൺ ഇട്ടിട്ട് ഫസ്റ്റ് ബോർ പിസ്റ്റൺ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 2 വാൽവ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 2 വാൽവും മാറ്റേണ്ടി വന്നു, ഓയിൽ ഫുള്ള് തീർന്ന് ഓടിയ വണ്ടിയാണ്. വാൽവ് മാറ്റി ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകളൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ഓൾറെഡി പ്രോ വാറണ്ടി നമുക്ക് വരാം. ഇത് നമുക്ക് ലെയ്ത്ത് വാറണ്ടി ആയിട്ടാണ് വരുള്ളൂ. അപ്പോൾ ഈ ചെയ്യണ വർക്കിനും 1 വർഷം വാറണ്ടി ഉണ്ട്. അത് പ്രോ വാറണ്ടി ലെയ്ത്ത് വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് പ്രോ വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്സുകൾ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ, അതായത് പുതിയ പാർട്സുകൾ കമ്പനി ഐറ്റം മേടിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോ വാറണ്ടി വരാം. പ്രോ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വാറണ്ടി പീരീഡിൽ 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടി. അത് 2 രീതിയിൽ ചെയ്താലും അത് തന്നെയാണ് വാറണ്ടി പീരീഡൊക്കെ വരുന്നത്. അപ്പോൾ പ്രോ വാറണ്ടി ആണെങ്കിൽ നമുക്ക് എന്താ മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആ വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. നമ്മളിപ്പോൾ അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടി വന്നാൽ പോലും ആ ഗ്യാസ്കറ്റോ ഓയിൽ സീലോ ഓറിയോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് മാത്രമാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ. കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 99% കുറവാണ്. ഇനി ബൈ ചാൻസ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അത് സഹിക്കേണ്ടി വരാമെന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. ലേബർ ചാർജ് അടക്കം നമുക്ക് അതിനകത്ത് ഉണ്ടാവില്ല. ലേബർ ചാർജ് അടക്കം ഇല്ലാതെ കണ്ട് നമുക്ക് പ്രോ വാറണ്ടിയിൽ കിട്ടും. പക്ഷേ ലെയ്ത്ത് വാറണ്ടി എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടറൊക്കെ നമ്മൾ പഴയ ക്രാങ്കും സിലിണ്ടറും തന്നെയാണ് ഉപയോഗിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലയിൻറ്റ് വന്നാൽ അത് റിപ്പയർ ചെയ്തിട്ടാണ് തരുള്ളൂ. അത് ലെയ്ത്ത്, അത് നമ്മൾ ഷോപ്പുമായിട്ട്, നമ്മുടെ മാസ് മോട്ടോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ലെയ്ത്ത് വർക്ക് തീരുമാനിക്കും. ആ ലെയ്ത്ത് വർക്ക് ചെയ്ത് തന്നാൽ ലെയ്ത്ത് വർക്കാർ ആ ലെയ്ത്ത് തീരുമാനിക്കും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷൻ നോക്കിയിട്ട് അവരത് റിപ്പയർ ചെയ്ത് തരും. നേരെ മറിച്ച് അതിനകത്ത് ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയുടെ പേയബിളാണ്, നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ബൈ ചാൻസ് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമ്മൾ ലേബർ ചാർജ് അടക്കം കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം പാർട്സ് മാറ്റി ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പാർട്സ് റിപ്പയർ ചെയ്ത് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെയ്ത്തി കൊടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ്സ് വരാനുള്ളൊരു 80% നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല എന്ന് തന്നെ വേണം വിചാരിക്കാൻ. പക്ഷേ ഒരു 20% കംപ്ലയിൻറ്റ് വരാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ പറയണേ. അപ്പോൾ നമ്മൾ മാറ്റി ചെയ്യുമ്പോൾ വൻ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്താൽ, അപ്പോൾ അത് ആ രീതിയിൽ വേണ്ട, മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞതും പ്രകാരമാണ് നമ്മൾ ഈ ലെയ്ത്ത് വർക്കിലേക്ക് തിരിഞ്ഞേക്കണതും ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 വർഷം വാറണ്ടി ഉണ്ട്. ആ വാറണ്ടിയിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കംപ്ലയിൻറ്റ് ബൈ ചാൻസ് എന്തെങ്കിലും വന്നാൽ ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് ലെയ്ത്ത് വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവർ തീരുമാനിക്കും അതെങ്ങനെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നേക്കണേന്ന് ചെക്ക് ചെയ്തിട്ട് വാറണ്ടിയിൽ ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവർ കൈയോടെ അത് റിപ്പയർ ചെയ്താണ് തരുള്ളൂ. ഓക്കെ. നേരെ മറിച്ച് നമുക്ക് പ്രോ വാറണ്ടിയാണ്, പാർട്സ് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പാർട്സ് മാറ്റിയാണ് നമ്മൾ തരാം. അത് കമ്പനി തന്നിട്ടല്ല, നമ്മുടെ റിസ്കിൽ ചെയ്ത് തന്നെയാണ്. ഇത് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ മാസ് മോട്ടോഴ്സിന് അതിന് വാറണ്ടിയുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ള കേസ് പറയുകയാണ് കൃത്യമായിട്ട്. പിന്നെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഒരു 80% കുറവാണ്. നമ്മൾ കൃത്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ബാക്കിയത്തെ വണ്ടിയുടെ എഞ്ചിൻ ഹെൽത്തിൻ്റെ കണ്ടീഷൻ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനകത്തൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തെ എഞ്ചിൻ ഓയിൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനകത്ത് ഫസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടാവണം. അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, അത് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോഴും ജനറലായിട്ടുള്ള സർവീസ് ചെയ്ത് എഞ്ചിൻ്റെ പെർഫോമൻസ് വിലയിരുത്തിയിട്ട് പോകണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് വാറണ്ടി എന്താ കംപ്ലയിൻറ്റ് വന്നതെന്ന് വെച്ചാൽ പരിഹരിച്ച് തന്നെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബാക്കിയത്തെ സർവീസ് ഹിസ്റ്ററി കൃത്യമായിരിക്കണം. അത് കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. വാറണ്ടി ലെയ്ത്ത് വാറണ്ടി ആണെങ്കിൽ പോലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗം കറക്റ്റായിരിക്കണം. കാരണം നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗം കൃത്യമായിട്ടായിരിക്കും. അതിന് വാറണ്ടി പീരീഡ് 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ എഞ്ചിൻ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് തന്നെ ബില്ലിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൃത്യമായിട്ട് നമ്മൾ തരാം. പിന്നെ ലെയ്ത്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ബില്ല് നമ്മൾ 1 വർഷം വരെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എവിഡൻസാണ് ആ ബില്ല്, ലെയ്ത്തിലെ ബില്ല്.
അതൊക്കെ കൃത്യമായിട്ട് നോക്കാം. പരമാവധി നമ്മളതിൻ്റെ കോപ്പി നമ്മളിവിടെ അതിനകത്ത് നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മളിവിടെ സൂക്ഷിക്കും എന്ന് കരുതി അതോടെ നിങ്ങൾ കയ്യിൽ വെച്ചോളാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകം ചെയ്യേണ്ട ദിവസം നമ്മൾ ക്രാങ്ക് സിലിണ്ടർ ഹെഡ് അടക്കം വരുന്ന ഭാഗം മാത്രമാണ് റിപ്പയർ ചെയ്യണേ. വണ്ടി സ്കൂട്ടറിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3 പാർട്ടാണ്. ഫയറിങ് നടക്കുന്ന പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം, CVT ക്ലച്ച് ഒരു ഭാഗം, ഗിയർ ട്രാൻസ്മിഷൻ വേറെ ഭാഗം. ആ ക്ലച്ചിൻ്റെ ഭാഗവും ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗവും നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ഫയറിങ് നടന്ന് പവർ ജനറേറ്റ് ചെയ്യുന്ന ആ ഭാഗം മാത്രമാണ് നമ്മൾ റിപ്പയറിങ്ങിനായിട്ട് അയച്ചേക്കണം. ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം. അതും കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. 15-ാം തീയതിയാണ് നമ്മൾ ഡെലിവറി ഡേറ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ 15-ാം തീയതി നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. അതിക്ക് മുമ്പാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ.